ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ കർണാടക തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. മൈസൂരുവിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. നാളെ ചെന്നൈയിൽ നടക്കുന്ന സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷത്തിലും തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ജപ്പാൻ ചൈന സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ചൈനയിൽ നടന്ന 15ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. SCO ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും മൂലമുണ്ടായ നാശനഷ്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2025 നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ രാവിലെ നടക്കുന്ന സമ്മേളനത്തിലും സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. 27ാമത് ലോക നാളികേര ദിനാഘോഷം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ നാളികേര മേഖലയുടെ പുനരുജ്ജീവനത്തിനായി നവീകരിച്ച പദ്ധതിയുടെ പ്രഖ്യാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. കൃഷിമന്ത്രി പി പ്രസാദ്, വ്യവസായ മന്ത്രി പി രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. ആരോഗ്യമേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാരിനായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമേഖലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം ലഭിച്ചത് അതിനാലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ 180 കോടിയിലധികം രൂപയുടെ 15 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചികിത്സാ പിഴവിൽ കുറ്റാരോപിതരായ ആരോഗ്യ പ്രവർത്തകരെ വിചാരണ ചെയ്യുന്നത് സംബന്ധിച്ച് കരട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഹൈക്കോടതി. കുറ്റാരോപിതർക്ക് തങ്ങളുടെ ഭാഗം ബോധ്യപ്പെടുത്താനുള്ള അവസരം നൽകുന്നതിനാണ് നടപടി. 12 കരട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ജസ്റ്റിസ് VG അരുൺ ഇതിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന 2 പേർ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. അതേസമയം കോഴിക്കോട് ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 800 കടന്നതായി റിപ്പോർട്ട്. 2500-ലേറെ പേർക്ക് പരിക്കുണ്ട്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. 15 ടൺ സഹായ സാമഗ്രികളും 1000 കുടുംബങ്ങൾക്കായി ടെന്റുകളും ഇന്ത്യ കൈമാറി. വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുമെന്നും ശ്രീ S. ജയശങ്കർ അറിയിച്ചു. പ്രതിമാസം 20 ബില്യൺ ഇടപാടുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ട് പണമിടപാട് സംവിധാനമായ UPI കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 34% വളർച്ചയാണ് ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയത്. ശരാശരി പ്രതിദിന ഇടപാടുകളുടെ എണ്ണം ഓഗസ്റ്റിൽ 645 ദശലക്ഷം കടന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിർമ്മിത ബുദ്ധി, ഡിജിറ്റലൈസേഷൻ എന്നിവ അവലംബിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. NCERTയുടെ 65ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നാളെ മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. 1ാം ഓണ ദിവസമായ വ്യാഴാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. പൂജ, ദീപാവലി, ഛാത്ത് ഉത്സവ വേളകളിലെ തിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊൽക്കത്തയിലെ സാന്ദ്രഗച്ചി വരെ 2 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി. ഈ മാസം 5, 12, 19, 26, ഒക്ടോബർ 3, 10, 17 തീയതികളിൽ 4:20 തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15 തുടക്കമാകും. ഒക്ടോബർ 10 വരെ 12 ദിവസം സഭ സമ്മേളിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ധനവിനിയോഗ ബില്ലുമാണ് സമ്മേളനത്തിലെ പ്രധാന അജണ്ടകൾ. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. വെള്ളിയാഴ്ച തിരുവോണ പൂജകൾ നടക്കും. അന്ന് ഓണസദ്യയും ഉണ്ടാകും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 7 രാത്രി 10 നടയടയ്ക്കും. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ലക്ഷ്യ ലേബർ റൂം, വയോജന ക്ലിനിക് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.